മറിമായം തുടങ്ങിയിട്ട് 15 വർഷമായി. 15 വർഷമായിട്ട് മറിമായത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിമായത്തിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത് തന്നെയാണ്. അതിൻ്റെ ഡയറക്ടറായി ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്യണത് തന്നെയാണ്. ആദ്യമായിട്ട് ക്യാമറ വെക്കുന്നതും എൻ്റെ മുഖത്താണ്. ഞാനാണ് ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയതിനകത്ത്. 15 വർഷം പിന്നിട്ട് 860 എപ്പിസോഡുകൾ. തിരിഞ്ഞു നോക്കുമ്പം അഭിമാനമാണ്. 860 കഥാപാത്രങ്ങൾ മറിമായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറയണത് അത് വലിയൊരു അംഗീകാരമല്ലേ. പിന്നീട് ഞങ്ങൾക്ക് എറണാകുളം ജില്ലയിലേക്കും തൃശ്ശൂരിലൊക്കെ അവസരം കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അമൃത ടി വിയിൽ 2 റിയാലിറ്റി ഷോ കിട്ടുന്നത്. അതിനു മുമ്പ് ഞാൻ കുറേ പ്രോഗ്രാം ദൂരദർശനിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഇത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തത് ദൂരദർശനിലാണ്. അത് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ്. 87 ദൂരദർശൻ വരുന്നത്. അപ്പോൾ ദൂരദർശൻ്റെ ഇനോഗ്രേഷൻ്റെ അന്ന് കോഴിക്കോടുള്ള കോളേജുകളിൽ നിന്ന് മികച്ച പാട്ടുകാരെ കണ്ടെത്തിയിട്ട് ഒരു കൊയർ ട്രൂപ്പ് ഉണ്ടാക്കി. 100 പേരുള്ള ഒരു കൊയർ. ആ കൊയറിൽ പാട്ട് പഠിപ്പിച്ചിരുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ ദേവരാജൻ മാഷാണ്. ദേവരാജൻ മാഷും മാധുരി ടീച്ചറും. ഇവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഈ പാട്ടുകാരെ മുഴുവൻ പാട്ട്. അപ്പോൾ അതിലും എനിക്ക് അവസരം കിട്ടി. ഞാനൊരു പാട്ടുകാരനായി. ഗംഭീര പാട്ടുകളായിരുന്നു. ഈ പാട്ടുകൾ ഞങ്ങൾ ഈ ദൂരദർശൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾ അങ്ങനെ ദൂരദർശൻ ആദ്യമായിട്ട് പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ ഒരു പാട്ടുകാരനായിട്ടും വരാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം ദൂരദർശൻ നർമ്മം എന്നൊരു പ്രോഗ്രാം ചെയ്തു. നർമ്മം. അതിലും ഞാനും എൻ്റെ ടോം ആൻഡ് ജെറി പാർട്ട്നേഴ്സും ചേർന്ന് ഒരുപാട് തമാശകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞൊരു സീരിയൽ, അതും ദൂരദർശനിലായിരുന്നു. അപ്പോഴേക്കും ഏഷ്യാനെറ്റ് വന്നു, കൈരളി വന്നു, അമൃത വന്നു, പിന്നെ സൂര്യ വന്നു. പിന്നെ ഇതിലൊക്കെ പ്രോഗ്രാം ചെയ്യും. എല്ലാ ചാനലിലും പ്രോഗ്രാം. ഇതിൽ സൂര്യയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തത്. സൂര്യയിൽ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ, കളിക്കളം എന്ന പ്രോഗ്രാമിൻ്റെ ആങ്കറായിരുന്നു. പിന്നെ 2-3 റിയാലിറ്റി ഷോ ഒക്കെ സൂര്യയിലായിരുന്നു. പിന്നെ അമൃതയിലേക്ക് വന്നു. അമൃതയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ടോം ആൻഡ് ജെറിക്ക് ഭയങ്കര സ്വാധീനം കിട്ടിയത്. അങ്ങനെയാണ് കാലൻ, വളരെ പ്രിയപ്പെട്ട സ്കിറ്റായിരുന്നു. കാലൻ, കാക്ക, കണാരൻ, ജാലിയൻ കണാരൻ, പിന്നെ ബാർബർ ഷോപ്പ്, ടിൻഡുമോൻ, ഇങ്ങനെ കുറേ തമാശകൾ പിറവിയെടുത്തത് അവിടെ നിന്നാണ്. നേരത്തെ ഞങ്ങൾ കളിക്കുന്നതാണ്. പക്ഷേ റിയാലിറ്റി ഷോയിൽ വന്നോടെ ഇതുകൊണ്ട് വൈറലായി. പിന്നെ പല സ്ഥലങ്ങളിലും ഗൾഫിലേക്ക് വരാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും. ആദ്യത്തെ ഗൾഫ് യാത്രയൊക്കെ ഓർക്കാൻ പറ്റില്ല. ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും പെട്ടെന്ന് അസാധ്യമാവുമെന്നൊന്നും വിചാരിച്ചില്ല. ഒരു തവണ ഗൾഫ് പോയി, പിന്നീട് സ്ഥിരമായിട്ട് ഗൾഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഇപ്പോൾ എത്ര തവണ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം ചെയ്തു എന്ന് എനിക്കറിയില്ല. വസന്തകാലം. ഒരു കലാകാരൻ ആയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കിതുപോലൊരു വിനോദ് കൗരായാൽ മതി. കോഴിക്കോട് തന്നെ ജനിക്കുകയും വേണം. അതും ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നൊരു നാടാണ് കോഴിക്കോട്. അതുമാത്രമല്ല, ആളുകൾ സ്നേഹിക്കാനും സൽക്കരിക്കാനും ഇത്രയും സ്നേഹം കാണിക്കുന്ന ആളുകൾ, അത് പലരും പറയുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഗൾഫിൽ പോകുമ്പോഴും പല സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോഴും പല ജില്ലക്കാരും പറയുമോ നിങ്ങളുടെ കോഴിക്കോടെ ഭക്ഷണം, നിങ്ങളുടെ കോഴിക്കോട് ജനങ്ങളുടെ സ്നേഹം എന്ന് പല ജില്ലക്കാരും പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഈ ഒരു കലാകാരനായതുകൊണ്ടാണ് ലോകം മുഴുവൻ കാണാനുള്ള ഭാഗ്യമുണ്ട്. കുട്ടിക്കാലത്ത് എനിക്ക് 2 സ്വപ്നങ്ങളായിരുന്നു കേട്ടോ. ഒന്ന്, മമ്മൂട്ടിയെ കാണണം, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണം. ക്രൈസായിരുന്നു. ഈ 8ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് പാസ്സാകുമ്പോൾ നോട്ട് ബുക്കുകളൊക്കെ വേസ്റ്റാണല്ലോ. ഈ നോട്ട് ബുക്കുകളിൽ മമ്മൂട്ടിയുടെ ചിത്രം പത്രത്തിൽ നിന്നും മാസികയിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കുക. ഇങ്ങനെ ചോറിന് വറ്റെടുത്തിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതൊരു ആൽബമാക്കുക. എന്നിട്ട് അതിടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. അങ്ങനെയൊക്കെ ഒരു ഭ്രാന്തായിരുന്നു എനിക്ക്. അമ്മയൊക്കെ എന്നെ കളിയാക്കിയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും, മമ്മൂട്ടി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനും മമ്മൂക്കയും കൂടെ പൊട്ടും കടലയും തിന്നണതൊക്കെ സ്വപ്നം കാണും. ഇത് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, മോനെ എനിക്ക് വട്ടായി പോട്ടോ എന്ന് പറയും അമ്മ പലതവണ. പക്ഷേ നിരന്തരമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിക്കും. അബ്ദുൽ കലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക, അത് യാഥാർത്ഥ്യമാവും. മനസ്സിൽ അതേ കാര്യം വെച്ചുകൊണ്ടിരുന്നു. മമ്മൂക്കയെ കാണണം. വേറെ ഒരു നടന്മാരോടും എനിക്ക് അങ്ങനെ ഒരു ക്രേസ് വന്നിട്ടില്ല. കാലം ഒരുപാട് ചെന്നപ്പം മമ്മൂക്ക തന്നെ എൻ്റെ ഫോണിൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് സിനിമയിൽ എനിക്ക് അവസരം തരാനുള്ള ഒരവസരം ഉണ്ടായി. ഭാഗ്യമാണ്. ദൈവത്തോട് നന്ദി പറയുകയാണ്. 2014 ഞാൻ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമിന് എനിക്ക് ദേശീയ തലത്തിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് മമ്മൂക്കയാണ് എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നത്.
അങ്ങനെ അദ്ദേഹവുമായിട്ട് വലിയ സൗഹൃദമായി. അദ്ദേഹത്തിൻ്റെ 4 സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിലുപരി അദ്ദേഹവുമായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ്. എൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്. എൻ്റെ 2-3 ഷോർട്ട് ഫിലിമുകൾ റിലീസ് ചെയ്തത് മമ്മൂക്കയാണ്. എൻ്റെ ഒരു ആൽബം റിലീസ് ചെയ്തത് മമ്മൂക്കയാണ്. ഞാൻ ആദ്യമായി എഴുതിയ പുസ്തകം ഞാൻ ആദ്യം കൊടുത്തതും മമ്മൂക്കയ്ക്കാണ്. അങ്ങനെ വലിയൊരു ആത്മബന്ധം. ഞാൻ ഉപയോഗിച്ചിരുന്ന കാറ്, ഈ കാറ് നീ മാറ്റണം, നീ വേറൊരു കാറ് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞത് മമ്മൂക്കയാണ്. എന്നോട് സ്ഥലം വാങ്ങിക്കണം, എനിക്ക് വീടുണ്ട്, തറവാട് പോരാ, സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ പോയി സ്ഥലം വാങ്ങിയതിൻ്റെ കാരണവും മമ്മൂക്കയാണ്. ഒരു ജ്യേഷ്ഠതുല്യനായ, ജ്യേഷ്ഠനാണോ മാമനാണോ ഇനി അച്ഛനാണോ എന്നൊന്നും അങ്ങനത്തെ ഒരു സ്നേഹം കാണിക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കൈകളിൽ എത്തിയതോടെ ഒരുപാട് സന്തോഷമായി. ഇതായിരുന്നു ഒരു സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം എന്തായിരുന്നു അറിയോ? വിമാനത്തിൽ കയറണം. വിമാനത്തിൽ കയറണം എന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാനത്തൂടെ ഏറ്റവും മുകളിലൂടെ പറക്കുന്ന വിമാനം കൺമുമ്പിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ നോക്കി നിൽക്കും. എന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ചോദിക്കും, അമ്മ എനിക്ക് എന്തെങ്കിലും വിമാനം കയറാൻ പറ്റുമോ അമ്മേ? അപ്പോൾ അമ്മ അപ്പോഴും നിൽച്ചാൽ, മോനെ അതൊക്കെ പണക്കാർക്കുള്ളതാ മോനെ, നമുക്കൊന്നും പണമില്ലല്ലോ, വിമാനത്തിലൊക്കെ കയറി എന്താ കുട്ടി പറയണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറയും, എന്തെങ്കിലും ഞാൻ വിമാനത്തിൽ കയറും. വിമാനം ഇങ്ങനെ പോകുമ്പം വിമാനത്തെ ഇങ്ങനെ നോക്കിയിട്ട് ഞാനതിങ്ങനെ മനസ്സിൽ പറയും. നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇപ്പം എത്ര തവണ വിമാനത്തിൽ കയറിയെന്ന് എനിക്കറിയില്ല. അമേരിക്ക, ഓസ്ട്രേലിയ, ലണ്ടൻ, കടൽ കടന്ന് സൗദിയും ദുബായിലൊക്കെ എത്ര തവണ പോയെന്നറിയില്ല. അത്രയും തവണ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം ഉണ്ടാക്കി തന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഒരു കലാകാരനായിട്ട് തന്നെ ജീവിക്കണം, നന്മയുള്ളൊരു കലാകാരൻ. എന്നോട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിരുന്നത്, പെണ്ണ് കിട്ടില്ല, ആൾക്കാർ മുഴുവൻ ചീത്തത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സത്യമാണ്. ഞാനൊരു 10 പെണ്ണ് കാണാൻ പോയ വീട്ടിൽ നിന്നൊക്കെ കലാകാരനാണ്, ജോലിയില്ല എന്ന് പറഞ്ഞപ്പം അവർ പെണ്ണ് കൊടുക്കുന്നില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ആ വീട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു 20,000 ഒരു 15,000 രൂപ ശമ്പളമുള്ള ഒരാളാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കും എന്നാണ് പറയണത്. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഞാൻ 25,000 രൂപ വരെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസത്തിൽ പ്രോഗ്രാമിന് പോയിട്ട്. പക്ഷെ അത് ശമ്പളമല്ലല്ലോ, അത് കൂലിയല്ലേ, അതിന് വിലയില്ല. അങ്ങനെ അവസാനം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിൻ്റെ വീട്ടുകാരും എതിർത്തിരുന്നു. പക്ഷേ ഞാൻ ആ പെണ്ണിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടാണ്, എനിക്ക് കൂടുതൽ പെണ്ണ് തരാനൊന്നും വയ്യ, ഞാൻ കലകൊണ്ട് നിന്നെ പോറ്റിക്കോളും, ഒരു വിഷമം നിനക്ക് ഉണ്ടാവില്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനേക്കാളും പൈസ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് എഗ്രി ചെയ്തു. കല്യാണം നടന്നു. അവളാണ് ഇന്നും എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യ ദേവു. അപ്പോൾ അതിലും ഞാൻ സാറ്റിസ്ഫൈഡാണ്. പിന്നെ എവിടെ ചെന്നാലും ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മളോട് ഇഷ്ടം കാണിക്കുന്നു, നമ്മളോട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളോട് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനൊക്കെ കാരണം 2 പ്രോഗ്രാമുകളാണ്. ഏറ്റവും കൂടുതൽ മലയാളിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച MAT മൂസയും മറിമായവും. ഈ 2 പ്രോഗ്രാമാണ് എന്നെ ജനപ്രിയനാക്കിയത്. MAT മൂസ ശരിക്കും ഒരു അത്ഭുതമാണ് ആ പ്രോഗ്രാം. ഇപ്പോൾ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ക്യാരക്ടർ പോയിട്ടില്ല. ഞാൻ ഇന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എന്നെ വിളിക്കുന്നത് മൂസക്കായി എന്നാണ്. ചെറിയ കുട്ടികൾ വരെ മൂസക്കായി എന്നാണ് വിളിക്കുന്നത്. മറിമായം തുടങ്ങിയിട്ട് 15 വർഷമായി. 15 വർഷമായിട്ട് മറിമായത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിമായത്തിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്യണത് തന്നെയാണ്. അതിൻ്റെ ഡയറക്ടറായി ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്യണത് തന്നെയാണ്. ആദ്യമായിട്ട് ക്യാമറ വെക്കുന്നതും എൻ്റെ മുഖത്താണ്. ഞാനാണ് ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയതിനകത്ത്. 15 വർഷം പിന്നിട്ട് 860 എപ്പിസോഡുകൾ. തിരിഞ്ഞു നോക്കുമ്പം അഭിമാനമാണ്. 860 കഥാപാത്രങ്ങൾ മറിമായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറയണത് അത് വലിയൊരു അംഗീകാരമല്ലേ. ഞങ്ങൾക്ക് മറിമായത്തിൻ്റെ ഓരോ എപ്പിസോഡും ഒരു സിനിമയാണ് ഞങ്ങൾക്ക്. കാരണം അത്രയേറെ പ്രേക്ഷകരുണ്ട്. എവിടെ പോയാലും, ലോകത്തിൻ്റെ മൂലയിൽ എവിടെ പോയാലും, അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയിലെ മലയാളികളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് വിനോദ് നിങ്ങളുടെ മറിമായം എന്നാണ് പറയുന്നത്. ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടെൻഷൻ വന്നാൽ മറിമായത്തിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടാൽ റിലാക്സായി. ഈ MAT മൂസയുടെ എപ്പിസോഡ് ഇട്ടും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാ നാട്ടുപുറത്ത് കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴും, നിങ്ങളാ വീട്ടിലിരുന്നിട്ട് മീൻകറി കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ മീൻകറി കൂട്ടാനുള്ള കൊതിയൊക്കെ തോന്നിപ്പോയിട്ട് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഇരുന്നിട്ടെന്നൊക്കെ ചില മലയാളികൾ പറഞ്ഞപ്പോൾ അതൊരു സന്തോഷമായിരുന്നു. MAT മൂസയിൽ എനിക്ക് പാർട്ട്ണറായി കിട്ടിയ സുരഭി ലക്ഷ്മി ഇന്നിപ്പം ദേശീയ അംഗീകാരം നേടിയ നടിയായിട്ട് മാറി, വളരെ തിരക്കുള്ള നടിയായിട്ട് മാറി. ഈ സുരഭിയെ MAT മൂസയിലേക്ക് നിർദ്ദേശിക്കുന്നത് ഞാനാണ്. എൻ്റെ ഭാര്യയായിട്ട് അവൾ മതി എന്ന് പറയുന്നത് ഞാനാണ്. 4 വർഷം
നിലത്ത് നിൽക്കാൻ നേരമില്ലാതെ ഞങ്ങൾ ഓടി നടന്ന കാലമാണത്. ഏറ്റവും കൂടുതൽ ഗൾഫ് ഷോയും ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പരസ്യങ്ങളും സ്റ്റേജ് പ്രോഗ്രാമും എല്ലാമായിട്ട് വസന്തകാലം. 2011 മറുമായം തുടങ്ങുന്നത്. മറുമായം തുടങ്ങി 3 വർഷം കഴിഞ്ഞപ്പോഴാണ് MAT മൂസ തുടങ്ങുന്നത്. MAT മൂസ 2018 അവസാനിച്ചു. പക്ഷേ മറുമായം സ്റ്റിൽ റണ്ണിങ്. എത്ര കാലം ഇനിയും മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. അത്രയും കാലം മുന്നോട്ട് പോകുക തന്നെ. എവിടെ ചെന്നാൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തരും നമ്മുടെ കൂടെ വന്നിരുന്ന് മറുമായത്തിൻ്റെ വിശേഷങ്ങൾ, MAT മൂടെ വിശേഷങ്ങൾ പറഞ്ഞ് ഫോട്ടോ എടുത്ത് പിരിയുമ്പം ഒരു മറുമായത്തിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വില? സിനിമയാണ് സ്വപ്നം. ഏതൊരു കലാകാരൻ്റെയും സ്വപ്നം സിനിമയാണ്. ഇപ്പോൾ ഈ മിമിക്രിയിൽ നിന്നും നാടകത്തിൽ നിന്നും സീരിയലിൽ നിന്നൊക്കെ പറഞ്ഞാൽ കൈവഴികളാണ്. ഇങ്ങനെ കടലിലേക്കുള്ള കുറേ നദികളിങ്ങനെ ഒഴുകിയിട്ടാണല്ലോ കടലുണ്ടാവുന്നത്. അപ്പം ഞാൻ മിമിക്രിയിൽ നിന്ന് ഒഴുകി, നാടകത്തിൽ നിന്ന് ഒഴുകി, സീരിയലിൽ നിന്നൊക്കെ ഒഴുകിയിട്ട് അവസാനം കടലിൽ എത്തിയിട്ടുണ്ട്. കടലിൽ എത്തിയെന്ന് പറയാൻ കാരണം ഒരു 55 സിനിമയിൽ ഞാനും അഭിനയിച്ചു. ഇപ്പോൾ ചെറുതും വലുതുമായ വേഷങ്ങൾ. പക്ഷേ കടലിൽ എത്തിയിട്ടുള്ളൂ, നടുക്കടലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. നടുക്കടലിലാണ് വമ്പൻ സ്രാവുകളും വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ സ്വപ്നം കാണുകയാണ്. നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഏതൊരു കഥാപാത്രവും ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് മറുമായം ഉണ്ടാക്കി തന്നൊരു കോൺഫിഡൻസ്. ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയാണ് മറുമായം. എത്ര തവണ മറുമായത്തിൽ ഡോക്ടറായി, എഞ്ചിനീയറായി, വക്കീലായി, പൊട്ടനായി, വില്ലേജ് ഓഫീസറായി, വാർഡ് മെമ്പറായി, MLA ആയി, മന്ത്രിയായി എന്നറിയില്ല. ഇനി കെട്ടാൻ ബാക്കിയുള്ള വേഷം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, പൈലറ്റ്, കപ്പിത്താൻ, ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ വേഷങ്ങളും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ വേഷം ചെയ്ത മറുമായത്തിലെ ഓരോ കലാകാരനും കോൺഫിഡൻസാണ്. ഏത് വേഷവും എത്ര തമാശയാണെങ്കിലും എത്ര സീരിയസ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷേ അവസരം തരാൻ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും തയ്യാറാവണം. പലരും പറയുന്നത് ഞങ്ങൾ ഭയങ്കര തിരക്കിലാണ്, ഞങ്ങളെ മറുമായത്തിൽ നിന്ന് വിടില്ല എന്നൊക്കെ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും ഒരു കാമ്പുമില്ല. മറുമായത്തിൻ്റെ ഷൂട്ടിംഗ് 8 ദിവസമുള്ള മാസത്തിൽ, ബാക്കി 22 ദിവസവും ഞങ്ങൾ ഫ്രീയാണ്. ഇനി നല്ല സിനിമയിൽ നല്ല വേഷം കിട്ടുകയാണെങ്കിൽ മറുമായത്തിന് ലീവ് എടുത്തിട്ടും പോവാം. അങ്ങനെയും അവസരമുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംവിധായകർ വിളിക്കും. ഇപ്പോഴും കുറേ പേരൊക്കെ എന്നെ നായകനായിക്കൊണ്ട് സിനിമ ചെയ്യാൻ ഇപ്പം 4 പേർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ നായകനായി 2 സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചു. 2ഉം ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. ഇപ്പോഴും വളരെ പ്രതീക്ഷയുള്ള നല്ല കഥാപാത്രങ്ങൾ വെച്ച് നീട്ടിയിട്ട് 2-3 സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റർമാരും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ ആ സിനിമ നടക്കും. പിന്നെ ഞാനും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ഷോർട്ട് ഫിലിം ചെയ്തു. മമ്മൂക്ക തന്നെയാണ് എന്നോട് നീ പറഞ്ഞത്, ഇനി നീ ഷോർട്ട് ഫിലിം ചെയ്യരുത്, നീ ഇനി സിനിമ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലൊരു നല്ലൊരു കഥയുണ്ട്. ഒരു നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയാൽ ഒരു സിനിമ ഞാനും ചെയ്യും എന്ന ഒരു സ്വപ്നമുണ്ട്. 2025 25-26 ആകുമ്പോഴേക്ക് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുട്ടികളെ ഒരുപാട് ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് മോണോആക്ടിൽ. പിന്നെ എനിക്ക് ട്രെയിൻ ചെയ്യിക്കാൻ സമയമില്ലാതായി വന്നപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റുകൾ മുഴുവൻ പുസ്തകങ്ങളാക്കി. ഏകാഭിനയ സമാഹാരങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം, കലോത്സവ മോണോആക്ടുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പുസ്തകം. ഇത് 2ഉം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷനാണ്. ഒരുപാട് വിറ്റുകഴിഞ്ഞ പുസ്തകം. ഒരുപാട് കുട്ടികൾ ആ പുസ്തകം നോക്കി മോണോആക്ട് പഠിച്ചു, സമ്മാനം നേടി, എന്നെ വിളിച്ച് പറഞ്ഞ കുട്ടികളുണ്ട്. നമ്മളിപ്പം മലയാള സിനിമയിലെ അനശ്വര എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരി നടിയുണ്ടല്ലോ, അവൾ ഒരിക്കൽ അമ്മയുടെ മീറ്റിങ്ങിൽ വന്നപ്പം അവൾ എന്നെ കണ്ട ഉടനെ വന്നിട്ട് എൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നു. അപ്പം ഞാനെഴുതി, എന്താ മോളെ ഇത്? എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സാറിനെ കണ്ട സാറിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്നത്. കാരണം സാറിൻ്റെ പുസ്തകത്തിൽ മോണോആക്ട് പഠിച്ചിട്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പെർഫോം ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നതെന്ന്. അപ്പോൾ അതൊക്കെ വലിയൊരു അഭിമാനമാണ്. ഒരുപാട് പേരുണ്ട് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി 2 പുസ്തകങ്ങൾ എഴുതി. പിന്നെ അതിന് ശേഷം നമ്മുടെ കൊറോണ കാലം വന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വായിക്കും. അപ്പോൾ പത്രത്തിൽ, മാതൃഭൂമി പത്രത്തിൽ സത്യനന്ദിക്കാടിൻ്റെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു, സിനിമ വിശേഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ടായ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നത്. അപ്പോൾ അത് വായിക്കാൻ നല്ല രസമാണ്. അണിയറയിലെ പ്രശ്നങ്ങൾ, നമ്മളാരും അറിയാത്ത പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുക. പിന്നീട് അത് പിഷാരടി എഴുതിയിരുന്നു. പിഷാരടിയും കുറേ അനുഭവങ്ങൾ എഴുതി. അപ്പോൾ ഞാനിതിങ്ങനെ വായിക്കുമായിരുന്നു. ഒരു ദിവസം മാതൃഭൂമിയിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു. വിനോദ്, ഇങ്ങനെ മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു പങ്ക്തി ഉണ്ട്. അപ്പോൾ ആദ്യം സത്യനന്ദിക്കാട് എഴുതി, പിന്നെ അത് പിഷാരടി എഴുതി. ഞങ്ങൾ ഇനി വിനോദിനെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദിന് ഒരുപാട് അനുഭവങ്ങളില്ല, വിനോദിനെ എഴുതിക്കൂടാൻ ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ എഴുതാൻ തുടങ്ങി മാതൃഭൂമിയിൽ. ഒരു ഹാഫ് പേജിൽ കോവൂർ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഇത് വരാൻ തുടങ്ങി. അപ്പോൾ നല്ല റെസ്പോൺസ്. പലയിടുന്നു ആളുകൾ ഇത് വായിച്ചിട്ട്, വിനോദ്
നല്ല എഴുത്താണ്, എന്ത് രസമാണ്, അയ്യോ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ, ഇനിയും എഴുതണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു 18 അധ്യായങ്ങൾ എഴുതി വന്നപ്പോഴേക്കും കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ പത്രം നിർത്തി, പത്രത്തിലെ പേപ്പറുകളൊക്കെ വെട്ടിക്കുറച്ചപ്പം ആ പങ്ക്തിയൊക്കെ നിന്നുപോയി. അപ്പോൾ സങ്കടമായി. പക്ഷേ കൊറോണ കാലമൊക്കെ മാറിയപ്പം മാധുരി എന്നോട് പറഞ്ഞു, വിനോദ് ഏതായാലും നമ്മൾ ഇത്രയൊക്കെ എഴുതിയില്ലേ, ഇനി നമ്മൾ പത്രത്തിൽ എഴുതണ്ട, വിനോദ് ഒരു 12 അനുഭവങ്ങളും കൂടി എഴുതും, ഒരു 30 അനുഭവങ്ങളുണ്ടെങ്കിൽ നമുക്കതൊരു പുസ്തകമാക്കാം, വിനോദിൻ്റെ പേരിൽ ഒരു പുസ്തകം കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതും നല്ലൊരു കാര്യമാണല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 12 അനുഭവങ്ങളിൽ നിന്ന് എഴുതി അത് മാതൃഭൂമി പുസ്തകമാക്കി. പുസ്തകമാക്കി കഴിഞ്ഞപ്പം അതിനൊരു ക്യാപ്ഷൻ, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്താവണം എന്നതിനെക്കുറിച്ച് ഭയങ്കര ചർച്ച നടന്നു. അപ്പോൾ മാതൃഭൂമിക്കാർ പല ടൈറ്റിലും പറഞ്ഞു, ഒന്നും എനിക്കിഷ്ടമായില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പുസ്തകത്തിന് അത്ര സീരിയസ് പേരൊന്നും വേണ്ട, ഒരു ലളിതമായ പേരായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുലങ്കുഷമായിട്ട് ഭയങ്കര ചർച്ച നടന്നു. ഒരു 10-28 പേര് പലരും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാത്രി എൻ്റെ മെമ്മറിയിൽ വന്ന പേരാണ് വിനോദയാത്ര. അതിൻ്റെ ഒരു കൂട്ടുകാരൻ, കോഴിക്കോട് എൻ്റെ 2 പ്രിയ കൂട്ടുകാർ, ഷാജിയും അനിൽ എന്ന് പറഞ്ഞ 2 കൂട്ടുകാർ, അവർ കോഴിക്കോട് എന്നെ വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ജീവിതയാത്രയെക്കുറിച്ചൊരു പ്രോഗ്രാം, എനിക്ക് അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിമുകളും എൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യണം. ആ പ്രോഗ്രാമിൻ്റെ പേര് ഞങ്ങൾ വിനോദയാത്ര എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേര് ഓർമ്മ വന്നപ്പം ഇത് ഞാൻ മാധുരിമിക്കാണ്, മാധുരി അയ്യോ ഇതിലും നല്ലൊരു പേര് വേറെ ഇല്ല വിനോദ, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിനോദയാത്ര ഉണ്ടായത്. വിനോദയാത്രയുടെ ആദ്യത്തെ പ്രകാശനം കോഴിക്കോട് വെച്ച് നടന്നു. അബ്ദുൽ സമദാനി നമ്മുടെ MP ആണ്, നമ്മുടെ കാരശ്ശേരി മാഷിക്ക് കൊടുത്തുകൊണ്ടാണ് പുസ്തകത്തിൻ്റെ റിലീസിങ് നടന്നത്. ഒപ്പം ജോയ് മാത്യു ഉണ്ടായിരുന്നു, മറുമായത്തിലെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാതൃഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്കൂട്ടം എൻ്റെ പുസ്തക പ്രകാശനത്തിനെത്തി. ഒരുപാട് പേര് ആ ദിവസം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സിഗ്നേച്ചറായിട്ട് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയി. അന്ന് അബ്ദുൽ സമദാനി ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നൊരു വ്യക്തിയാണത്. കാരണം അറിവിൻ്റെ കലവറയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാമെന്നൊക്കെ പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കേൾക്കും, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പം മാധുരിമയോട് ഞാനാണ് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ കിട്ടുമോ എൻ്റെ പുസ്തക പ്രകാശനത്തിന്. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം പുസ്തകം മുഴുവൻ വായിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം പുസ്തകത്തിൽ ഓരോ അനുഭവങ്ങളും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് ശരിക്കും ഒരു പാഠപുസ്തകമാക്കേണ്ട പുസ്തകമാണ്, കുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്നൊരു പുസ്തകമാണ് വിനോദിൻ്റെ പുസ്തകം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ പ്രകാശനം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ പുസ്തകം ഒന്ന് അവിടെ ചെന്നെത്തുന്നു. ഷാർജയിലൊക്കെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായിട്ട് ഞാൻ ചെല്ലുന്നത് ആദ്യമായിട്ട്. അവിടെയും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. ഏറ്റവും നല്ല പുസ്തക പ്രകാശന ചടങ്ങ്, ആൾക്കാർ കൂടിയ പുസ്തക പ്രകാശന ചടങ്ങ് എൻ്റെതായിരുന്നു. പിന്നെ കാഫെസ്റ്റിൽ, ട്രിവാൻഡ്രത്ത് നടന്ന കാഫെസ്റ്റിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായി. മാനന്തവാടിയിൽ നടന്ന ഒരു ലിറ്റററി ഫെസ്റ്റിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായി. എറണാകുളം ഫോറം മാളിൽ വെച്ചിട്ടും ഒരു ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു 5-6 ഫംഗ്ഷൻ മാതൃഭൂമി തന്നെ ഒരുക്കി. അങ്ങനെ ഈ പുസ്തകം ഒരുപാട് പേരിലേക്ക് എത്തി. ഇപ്പം 6 മാസം കൊണ്ട് 3ാമത്തെ എഡിഷൻ പുസ്തകം ആയിക്കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണ്. രണ്ടാമത്തെ അല്ല, ശരിക്കും 4ാമത്തെ പുസ്തകത്തിൻ്റെ രചനയിലാണ്. ഇപ്പോൾ അനുഭവങ്ങൾ ഏറെ ഉണ്ട് എനിക്ക്. ഇപ്പം ഞാൻ ഈ വിനോദയാത്രയിൽ എഴുതിയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ എൻ്റെ കലാരംഗത്തുള്ള അനുഭവങ്ങളാണ്. അത് കൈപ്പേറിയതും മധുരിക്കുന്നതുമായ അനുഭവങ്ങളാണ്. എനിക്കിതല്ലാതെ വേറെയും ചില മേഖലയുണ്ട്. 7 വർഷം ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ HIV AIDS പ്രിവെൻഷൻ പ്രോജക്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു അത്. ഒട്ടനവധി പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട്, ലൈംഗിക തൊഴിലാളികളുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. അത് സ്ത്രീകളും പുരുഷന്മാരും. ഇവരെയൊക്കെ കൗൺസിൽ ചെയ്യാനുള്ള ഭാഗ്യം, ഇവർക്കൊക്കെ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ലൈംഗിക തൊഴിലാളികളായി, ഇവരുടെ ആദ്യത്തെ അനുഭവം എന്തായിരുന്നു, ഇവരിൽ കുറച്ച് പേരൊക്കെ എയ്ഡ്സ് രോഗം വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര വെങ്കലാണ്. ഈ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലാണ്. എൻ്റെ അടുത്ത പുസ്തകം അതാണ്. പിന്നെ ഞാനൊരു 5 വർഷം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ. അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഉണ്ടായ കുറേ അനുഭവം. ഹോട്ടലും ഒരു രാത്രികളിൽ പല ഹോട്ടലുകളും പല പകൽമാന്യന്മാരും ഹോട്ടലുകൾ വന്ന് കാണിക്കുന്ന ചില പേക്കുത്തുകളുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയും കുറേ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത പുസ്തകത്തിൽ വരാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ നിന്ന് തിരിച്ചു വരുമ്പം അവിടുത്തെ അതിൻ്റെ മെയിൻ സൂത്രധാരനായ ആൾ അടുത്ത വർഷത്തേക്കുള്ള എൻ്റെ സ്ലോട്ട് അന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ ആകുമ്പോഴേക്കും ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കും. അപ്പോഴേക്കും പുസ്തകം റെഡിയാവണം. ഞാനിപ്പോൾ എഴുത്തിലാണ്. അത് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഞാനൊരു
അഭിനേതാവാണ്. ഇപ്പോൾ 4 സിനിമകളിൽ പിന്നണി പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു പാട്ടുകാരനുമാണ്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, നാടൻ പാട്ട്, അഭിനയം ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തൊരു അധ്യാപകനാണ്. ടീച്ചേഴ്സിനും ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഒരുപാട് സോഷ്യൽ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പുതിയ ഒരു മേഖലയും കൂടി കിട്ടിയ ഒരു എഴുത്തുകാരൻ എന്നുള്ള മേഖല. ഈ എഴുത്തുകാരൻ കൂടി ആയപ്പോഴേക്ക് ഒരുപാട് പേര് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തരുന്നു. ഈ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ച് അഭിനന്ദിച്ച ആളുകൾ നിരവധിയാണ്. ഓരോരുത്തരുടെയും വിനോദ ആ 18ാമത്തെ അധ്യായം, എന്തൊരു അനുഭവം വിനോദ ഇത്, എങ്ങനെ വിനോദം അതൊക്കെ നേരിട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയും 2 മക്കളും വായിച്ചിട്ട് ഇവർ 4 പേരും മാറി മാറി ഫോണിൽ എന്നോട് സംസാരിച്ചത് 40 മിനിറ്റാണ്. എൻ്റെ ചെവി പൊള്ളിപ്പോയി അവസാനം. കാരണം എനിക്കും സന്തോഷം, ഇവർ പറയണതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട കഥകളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ നല്ല ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒറ്റ എഴുത്തിലൂടെ സാധിച്ചു. അതും സാധിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. വർഷം എന്ന സിനിമ ഞാനിപ്പം 55 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നല്ല കഥാപാത്രം വർഷത്തിലെ അസ്ലം എന്ന കഥാപാത്രമാണ്. മമ്മൂക്കയാണ് ആ കഥാപാത്രം എനിക്ക് തരുന്നത്. 4 സീന് ഞാൻ മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ 4 സീനും ഓരോ സീനും ഞാൻ ചെയ്തു കഴിയുമ്പം മമ്മൂക്ക എന്നെ ഒന്ന് ഇങ്ങോട്ട് ചേർത്ത് പിടിക്കും, ഒന്ന് ഹഗ് ചെയ്യും, എന്നിട്ട് ഒരു നല്ല വാക്ക് പറയും. അത് നമുക്ക് കിട്ടുന്ന ദേശീയ അവാർഡാണ്. എന്നെപ്പോലെ ഒരു കലാകാരന് എൻ്റെ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവുക. മമ്മൂക്കയുടെ കൂടെയല്ല നിൽക്കണത്, അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടായില്ല. കാരണം മമ്മൂക്കയോട് എനിക്ക് അത്രയും ഒരു അടുപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അടുപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ അഭിനയിച്ചു. മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ടിട്ട് തകർന്നു പോയിട്ടുണ്ട് ഞാൻ. ആ സിനിമ കണ്ടവർക്കറിയാം, ഒരു പൊന്നുപോലെ നോക്കി വരുന്ന ഒരു മകൻ മരിച്ചു പോകുമ്പം ഒരു അച്ഛനുണ്ടാവുന്ന ഡിപ്രഷൻ. എത്ര പൈസ ഇട്ടായിട്ടെന്താ, സ്വന്തം മോന് പഠിക്കാൻ മെഡിക്കൽ കോളേജ് വരെ കെട്ടാൻ കാശുള്ളൊരു അച്ഛനായിരുന്നു. പക്ഷെ മകൻ മരിച്ച ഒറ്റ മോനാണ്. ആ മകൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മമ്മൂക്ക സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സീനുണ്ട്. ഈ സീനൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ജീനിയസാണ് ആ മനുഷ്യൻ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കൊരു സിഗരറ്റൊക്കെ കത്തിക്കുകയാണ്. സിഗരറ്റ് വലിക്കാൻ വിചാരിച്ചിട്ടൊന്നുമല്ല, അത് കത്തിക്കുന്നു, അത് വലിക്കാൻ പറ്റാതെ അത് താഴേക്ക് ഇടുന്നു. ഈ ബോഡിയുടെ അടുത്തേക്ക് വരുന്ന ഒരു സീന് അവിടെ കണ്ടു നിന്നവർ മുഴുവൻ കരഞ്ഞു പോയൊരു രംഗമാണത്. കാരണം ആ സീനിൽ മരണവീടായതുകൊണ്ട് തന്നെ കുറേ പേര് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും കരഞ്ഞുപോയി. ഒരു പ്രതിഭയാണ് മമ്മൂക്ക. എത്ര സിനിമകൾ അത് തെളിയിച്ചു. പക്ഷേ വർഷ സിനിമയിൽ എനിക്കിത് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എനിക്ക് ഓരോ സീനുകളും ആ സിനിമ മൊത്തം ഇരുന്ന് കണ്ടപ്പോഴാണ് ശരിക്കും ഞാനെന്തൊരു ഭാഗ്യവാനാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയത്. കാരണം ആ സിനിമ കണ്ടിട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തത്. വിനോദ്, എക്സലൻറ്റ് ക്യാരക്ടർ വിനോദ്, എന്തൊരു രസമായിട്ടാണ് വിനോദ് ആ ക്യാരക്ടർ ചെയ്തത്. മമ്മൂക്കയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു എന്നൊക്കെ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ആ സിനിമയ്ക്ക് ശേഷമാണ് മമ്മൂക്കയുടെ നമ്പർ തരുന്നത്. മമ്മൂക്ക അങ്ങനെ ആർക്കും നമ്പർ കൊടുക്കാറില്ല, പേഴ്സണൽ നമ്പർ. മമ്മൂക്കയുടെ നമ്പർ എനിക്ക് തരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ നമ്പർ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരികയാണ്, ഈ നമ്പർ നീ മറ്റാർക്കും കൈമാറ്റം ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും എന്നെ വിളിച്ച് വിനോദ് കോവൂരാണ് നമ്പർ തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ആ നമ്പർ ഫീഡ് ചെയ്തത് എൻ്റെ മൊബൈലിൽ പടച്ചോൻ എന്ന പേരിലാണ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, മമ്മൂക്കയ്ക്ക് പറയാതെ. ഈ പടച്ചോൻ എന്ന് പറയാൻ കാരണം ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. എൻ്റെ മകൻ ഒരു ഓപ്പറേഷന് വേണ്ടി കിടക്കുമ്പോൾ പൈസ ഇല്ലാതെ മകൻ്റെ ഓപ്പറേഷൻ നടക്കാതെ പോകുമെന്ന് പേടിച്ച് നിൽക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ സ്ഥാപനത്തിൽ ഒരു വള പണയം വെക്കാൻ വേണ്ടി ചെല്ലുമ്പം അവിടുത്തെ ഒരു ജീവനക്കാരൻ എന്നെ ചവിട്ടി വീഴ്ത്തുകയാണ് ദേഷ്യം കൊണ്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്. മകൻ അപ്പുറത്ത് സർജറിക്ക് വേണ്ടി റെഡിയാക്കി ഇപ്പുറത്ത് ഉപ്പ കിടക്കണം. അവിടെ മമ്മൂക്ക എന്നെ കാണാൻ വരുന്ന സീനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മമ്മൂക്കയുടെ ചീത്ത പറഞ്ഞു, എന്തിനാണ് എന്നെ കാണാൻ വന്നത്, ഞാൻ ചത്തം നോക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മമ്മൂക്കയുടെ ചൂടാവണത്. പിന്നെ മമ്മൂക്കൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടിയുടെ ഓപ്പറേഷൻ നമുക്ക് നടത്താം, പൈസ ഞാൻ തരും
1.5 മണിക്കൂർ സമയം മതി, കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തണം എന്ന് മമ്മൂക്കയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ മമ്മൂക്കയുടെ കൈ കണ്ട് പിടിച്ചിട്ട് എൻ്റെ നെഞ്ഞത്തേക്ക് വെച്ച് പറയട്ടെ, നിങ്ങളെൻ്റെ പടച്ചോനാണ് എന്ന് പറയുന്ന സീനുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, നമുക്കത് പറയുമ്പോൾ തന്നെ ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞു ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ആ സീന് കഴിഞ്ഞപ്പോൾ ഡയറക്ടറും മമ്മൂക്കൊക്കെ എന്നെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം അതിലെൻ്റെ മേക്കപ്പിൽ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാക്കിയൊരു ക്യാരക്ടറായിരുന്നു അത്. അപ്പം ആ അപ്രിസിയേഷൻ കൂടി ആയപ്പോഴേക്ക് ശരിക്കും നിലവിട്ട് പോയെന്ന് പറഞ്ഞ ഒരു ഇതാണ്. അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു കോമഡി ചെയ്യുന്നതുകൊണ്ട് ഇവൻ കോമഡി മാത്രമേ ചെയ്യുള്ളൂ, ഇവന് കോമഡി മാത്രം, ഇപ്പോൾ കോഴിക്കോടൻ ഭാഷ സംസാരിക്കണമെന്നുള്ള കാരണം കൊണ്ട് കോഴിക്കോടൻ ഭാഷ മാത്രം കൊടുക്കുന്നൊരു പ്രവണതയൊക്കെ ഉണ്ട്. അതൊക്കെ നിർത്തണം. എനിക്ക് എല്ലാ ഭാഷയും സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ സംസാരത്തിലൊന്നും കോഴിക്കോടൻ ഭാഷയില്ലല്ലോ. ഞാൻ ഈ സംസാരത്തിൽ മുഴുവൻ വള്ളുവനാടൻ ഭാഷയാണ്. സിനിമയുടെ ഭാഷയാണ് വള്ളുവനാടൻ ഭാഷ. കോഴിക്കോടൻ ഭാഷ ഞാൻ മറുഭാഗത്തിൽ മൊയ്തു ആകുമ്പോൾ അല്ലെങ്കിൽ എം.എ.ടി. മൂസ എന്തെത്താ പാട്, അത് നടക്കൂല കേട്ടോ, ഇവിടെ നിങ്ങൾ മാണ്ടാത്ത കളി കളിക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ പറയുമ്പോൾ കോഴിക്കോടൻ ഭാഷ വന്നു. അല്ലാത്ത സമയത്ത് മുഴുവൻ ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഏത് ഭാഷയും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതുപോലെ ഒരു നടൻ എന്ന് പറയുന്നത് ശരിക്കും ഹാസ്യനടൻ എന്നൊരു നടനില്ല, അങ്ങനെ ഒരു അവാർഡൊന്നും കൊടുക്കാൻ പാടില്ല. നടൻ ഒന്നേ ഉള്ളൂ. ആ നടൻ എല്ലാ തരം വേഷങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ നടൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ കോമഡി ചെയ്യണം, സീരിയസ് ചെയ്യണം, ഏതു തരം ക്യാരക്ടറും ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ. ആ ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. കോമഡി വേണോ കോമഡി ചെയ്യാം, ട്രാജഡി വേണോ ട്രാജഡി ആക്കാം. ഈ വർഷം സിനിമയിൽ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് വന്ന 2-3 സിനിമകൾ അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. അതൊക്കെ പൂവണിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു.